ഇച്ചിരി ഇവരെല്ലാം ഐ തിങ്ക് വൺ പാറ്റേണിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ട് തന്നേക്ക് എൻ്റെ കാര്യം. സെർവ് ചെയ്യണോന്നാണ് ചോദിച്ചത്. ഓക്കെ, സെർവ് ചെയ്തോട്ടെ. ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. ഞാനിപ്പോൾ ഉള്ളത് ഉദയ് ബാക്ക് വാട്ടർ റിസോർട്ടിലാണ്, ആലപ്പുഴയിലുള്ള. ഉദയുടെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ ശരിക്കും സിമിലർ ആണ് ഉദയുടെ പ്രോപ്പർട്ടീസ്. നല്ല രസമാണ് കാണാൻ. അതെ അതെ, ഭയങ്കര എന്താ പറയുന്നത്, എസ്തെറ്റിക് സെൻസ് അല്ലേ, ഭയങ്കരമായിട്ട് എസ്തെറ്റിക് സെൻസ് നമ്മുടെ എന്താ പറയുക എൻഹാൻസ് ചെയ്യും. നമ്മൾ ചത്തിരിക്കുകയാണെങ്കിലും ഇത് കാണുമ്പം ഭയങ്കര ഒരു നല്ല എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉദയുടേത്. അപ്പം ഞങ്ങളിവിടെ ലഞ്ചിനാണ് വന്നത്. ആക്ച്വലി ബൊഫെ അല്ല ഇവിടെ ഉള്ളത്, ബ്രഞ്ചായിരുന്നു ബൊഫെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ലഞ്ച് ടൈമിൽ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാസ്തയാണ്. ഇത് ആൽഫ്രഡോ പാസ്തയാണ് അല്ലേ, ചിക്കൻ ആൽഫ്രഡോ പാസ്തയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ് അറിയിക്കുവാണ്. Oregano and chili flakes. If you need spice of your pasta, you can use the chili flakes into it. പാസ്ത കണ്ടപ്പോഴേ തോന്നുന്നു നല്ലതാണ്. അപ്പം എൻ്റെ കൂടെ ബേബി ഉണ്ട്. ബേബി ഞാൻ ട്വിന്നിങ് ആണ്. പക്ഷെ പള്ളിയിൽ പോയപ്പോൾ ആയിട്ടില്ലായിരുന്നു. സ്പൈസ് ഒക്കെ ആണോ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഇത് പാസ്ത മാത്രമല്ല, നമ്മുടെ മുളകിട്ട ഫിഷ് കറിയും പൊറോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. മുളകിട്ട ഫിഷ് കറി. പിന്നെ ഡിന്നർ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നായിരിക്കും ബൊഫെ കഴിക്കുന്നത്. നമുക്ക് ബൊഫെ വേറെ വീഡിയോ ഉണ്ട്. ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ടു ഉദയ് ബാക്ക് വാട്ടർ റിസോർട്ട്, ആലപ്പുഴ അല്ലേ? ഹൗസ് ദ പ്രോപ്പർട്ടി? Property is majestic, very rich here. And what about the way to come to resort? You end up in backwaters after traveling through ulta narrow roads. The pasta is very good. കണ്ടപ്പോൾ എന്തോ അല്ല, ഈ ക്യാരറ്റിന്റെ ഷേപ്പ് എനിക്ക് അത്ര ഇഷ്ടം. ഇല്ല, കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഷിപ്പ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്പെഗറ്റി ബൊലോഗനീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ആൽഫ്രഡോ ഓർഡർ ചെയ്ത്. പക്ഷെ എല്ലാ പാസ്തയും യു ആർ എ പാസ്ത ലവർ, റൈറ്റ്? നോട്ട് ഓഫ് വൈറ്റ് സോസ്. ബട്ട് യു ആർ ഓൾവേസ് ഓർഡറിങ് പാസ്ത ഫ്രം അറേബ്യൻ ഷേപ്പ് ദാറ്റ് ഓൾവേസ് ഇൻ വൈറ്റ് സോസ്, റൈറ്റ്? അവിടെ ഒരു പാസ്ത സ്പെഷ്യലിസ്റ്റ് അല്ല. അവിടെ ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് സോസ് മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണോ? അങ്ങനെ വൈറ്റ് സോസ് ഇതുവരെ ഓർഡർ ചെയ്തു. ചില്ലി ഫ്ലേക്സ്, യുണീക് ചില്ലി ഫ്ലേക്സ്, ബട്ടർ ബ്രെഡ്, ബട്ടർ ടോസ്റ്റ്. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാം. എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും
ലൈറ്റ് പാർട്ട് തരും, പക്ഷെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഒരു പാവമാണ്. അല്ല, ബേബിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എനിക്ക് ഇച്ചിരി കുറവാണ്. ഓക്കെ, എൻജോയ്. ഡു യു ലൈക്ക് ടു ടേസ്റ്റ് മൈ ഡിഷസ്? You do mine. ബേബി ഫിനിഷ് ആക്കുന്നതാണ്. ബേബി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. സോസ് അതെ, ഞാൻ നോർമലി ഞാൻ സോസ് കഴിക്കാൻ സോസ് എത്ര നല്ലതാണെങ്കിൽ പോലും അത് വേസ്റ്റ് ആക്കുന്ന ആളാണ്. സോസ് ഇസ് പെർഫെക്റ്റ്. ചിലർക്ക് ഇങ്ങനെ സോസ് ഇങ്ങനെ അളിഞ്ഞ് ഗേൾ ഇൻ ദ വേൾഡ്. Why? It's of everything. Can you please specify? No. Elaborate the thing. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഞാൻ വീണ്ടും പറയാനാണ്. ഷീസ് ആക്ടിങ് ലൈക്ക് ഷീ ഡസന്റ് നോ എനിത്തിങ്. ബേബി പറഞ്ഞത് ബേബി വെയിറ്റ് ചെയ്യുന്നു എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഗുഡ് ഗേൾ. അതായത് ഞാൻ ഫുഡ് കഴിച്ച് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേബി പേഷ്യൻ്റായിട്ട് വീഡിയോസ് എടുത്ത് തരും. ഗുഡ് ഗേൾ എന്ന് പറയുന്നത് മാത്രം ഒരു ബിഗ് ഡീലാണ്. Okay, I'm not taking your videos anymore. Oh my god, that's a very good thing. സോറി, ഞാൻ കാലുപിടിക്കാനൊക്കെ പറയായിരുന്നു ബാക്കി. Yeah, just hold my feet. She'll hold my feet and pull me. Yeah. Sure. ബേബി ഇങ്ങനെ സോസ് ഈറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് കൈൻഡ്. അടിപൊളി പാസ്ത ആയിരുന്നു. ഞാനൊരു പാസ്ത ലവറൊന്നുമല്ല, പക്ഷെ എനിക്ക് നല്ല പാസ്ത കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. ഇത് ആ സോസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എന്ത് ടേസ്റ്റി സോസായിരുന്നു. സൂപ്പർബാണ്. പിന്നെ കുക്ക് കറക്റ്റ് കുക്കായിട്ടുണ്ട് പാസ്ത. ഓവർ കുക്കും അല്ല, അണ്ടർ കുക്കും അല്ല. ഞാൻ അങ്ങനെ വരണം. പക്ഷേ ഞാൻ വീട്ടിൽ പാസ്ത ഉണ്ടാക്കുമ്പം ഓവർ കുക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്. കറക്റ്റ് മീറ്ററിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു മൂവി കണ്ടപ്പോൾ അതിലൊക്കെ ആ ഒരു ഷെഫിനെ പറ്റി പറയുന്നത് ഏത് മൂവിയെന്ന് എനിക്കറിയാം, പേര് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റ് മീറ്ററിൽ കുക്കാവുമ്പോൾ അത് ഭയങ്കര ഒരു ബ്രില്യൻറ്റ് കുക്കിന് അത് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദ ബെസ്റ്റ് പാസ്ത. One of the best. From ആലപ്പുഴ. Yeah. Better. Now from Saudi Arabia we were getting pasta from the La Casa Pasta. Yeah. That was the best. അതുപോലെ ഇല്ല അതുപോലെ വരില്ല. കാടി. Okay, waiting for another dish, right? Yes. Which dish? Alapi fish curry and പൊറോട്ട. don't എനിക്കില്ല have any പൊറോട്ട. പൊറോട്ട. കുഴപ്പമില്ല, ഒരെണ്ണം ഞാൻ എടുക്കും. അയ്യോ, എൻ്റെ രണ്ടെണ്ണം. അപ്പൊ പറയണേ ഇപ്പൊ? ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് വേണേ പറയണമെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് ഗിവ്. ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞു. ഈ പ്ലേറ്റ് കണ്ടോ, നല്ല ഹോട്ടാണ്. ഹോട്ടൽ മീൻസ് ലിറ്ററലി ശരിക്കും ഹോട്ടാണ്, ടു ഹോട്ട്. നമ്മുടെ ഡിഷ് വന്ന് നെക്സ്റ്റ് ഡിഷ് കേരള പറാണ്ട. കേരള പൊറോട്ട ആൻഡ് ആലപ്പി ഫിഷ് കറി. കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണ്. ഇത് ആമ്പൽ എന്ന് പറയുന്നതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. ആമ്പൽ, നല്ല പേരല്ലേ, ആമ്പൽ പൂവ്. കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് കൈൻഡാണ് കേട്ടോ, ഞാൻ പ്രതീക്ഷ പോലെ. പക്ഷെ നോക്കാം ടേസ്റ്റ് ഉണ്ടോ നോക്കാം. എനിക്ക് മുളക് കറി കാണുമ്പം കിരേന്ന് വരും നാട്ടിൽ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. ബേബിയോട് ഞാൻ പറഞ്ഞു പ്രോൺസ്. അപ്പം പ്രോൺസ് ഈ വൈറ്റ് തേങ്ങ അരച്ച കറി ബേബി ഓർഡർ ആക്കിയില്ല. ബേബിക്ക് തവ ഫ്രൈ ഇഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് പോയത്.
ഇറ്റ്സ് എ ഗുഡ് കറി. കൺസിസ്റ്റൻസി നോക്കണ്ട, നല്ല ടേസ്റ്റ്. ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല പീസസ് ആണ്. വേണ്ടല്ലോ അല്ലേ? അല്ല, എനിക്ക് മുളക് കറി ഇഷ്ടമല്ല. ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. അറിയില്ല. ആ പൊറോട്ട ഇച്ചിരി ബേണ്ടല്ലേ? അത് പറയാം. നോക്ക്, ഞാൻ കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് പൊറോട്ടയും ബീഫും. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് മുളകിട്ട ഫിഷ് കറിയും പൊറോട്ടയും. അത് കഴിച്ചിട്ടില്ലാത്തവർ കഴിക്കണം. കഴിച്ചിട്ടുണ്ടായിരിക്കും ഓൾമോസ്റ്റ്. പക്ഷെ എൻ്റെ വിചാരം എന്താണെന്നറിയും, ഇങ്ങനത്തെ ഫിഷ് കറിയും പൊറോട്ടയായിട്ട് കോമ്പിനേഷൻ അല്ല എന്നാണ്. പക്ഷേ ആണോ? അല്ല, എന്റെ ചിന്തയാ. ഞാൻ നീ കഴിക്കുന്ന കണ്ടുള്ളൂ. അല്ല, ഞാൻ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ ഓർഡർ ചെയ്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഓക്സിജനിൽ നിന്ന്. ഞാൻ പിന്നെ അതിൻ്റെ ഫാനായി. എനിക്കറിയാം. അത് ഭയങ്കര നല്ല കറി കിട്ടും. നല്ല കറി. എങ്ങനെയുണ്ട് ഡിഷ്? സൂപ്പർ. നോർമലി ആൾക്ക് പൊറോട്ടയും ഇഷ്ടമല്ല, പക്ഷെ നല്ലതല്ലേ? അല്ല, ഫിഷ് ഭയങ്കര ക്വാളിറ്റി. ആൻഡ് കറി ഈസ് ലൈക്ക് ക്വാളിറ്റി ഉള്ള കറി. എനിക്ക് മുളകിട്ട കറി നോർമലി ഞാൻ ഫിഷാന്ന് പോലും തോന്നില്ല. ആ ഫിഷ് പോലും കൊടുത്തില്ല. ഇപ്പം ഇറ്റ് ഇസ് വെരി നൈസ്. ബേബി വേണ്ടെന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ ഒരു കൊടുത്തപ്പോഴേക്കും ബേബി പറഞ്ഞു എനിക്ക് വേണം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഓർഡർ പോലെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അത്ര വിശപ്പില്ലായിരുന്നു. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ ബൊഫേ വരെ കഴിക്കുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 7 കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ലതായിരുന്നു കേട്ടോ. ആമ്പൽ റെസ്റ്റോറൻറ്റ്, ഉദയ് സ്വീറ്റ്സിലെ ആമ്പൽ റെസ്റ്റോറൻറ്റ്. ആമ്പലിൻ്റെ പേരിൻ്റെ അടുത്ത് ബേബി ആമ്പൽ റെസ്റ്റോറൻറ്റ്. Even they have, put this lotus. അതെ, പ്രൈസ് ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ എന്താ പറയുക, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എടുക്കും. മെനു കിട്ടിയിട്ടില്ല. മെനു ഗുഡാണെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ ബൊഫേ കഴിക്കും. ഡിന്നർ ബൊഫേ എന്താ പറയുക, ഡിന്നർ ബൊഫേ ഇവിടെ നിന്നായിരിക്കും. മെനു ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് ഉള്ളതെങ്കിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ നമുക്ക് ബൊഫേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 2023 എനിക്കൊരു അമേസിങ് ഇയർ ആയിരുന്നു. എനിക്ക് ഇത്രയ്ക്കൊരു സന്തോഷം തോന്നിയ ഒരു വർഷം ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം one of the most important reason that is the most important reason. ബേബി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു റീസൺ തന്നെയാണ്. പക്ഷേ എനിക്കല്ലാതെ തന്നെ എനിക്ക് ഭയങ്കരമായ എന്താ പറയുക, 2023 എനിക്ക് ഒത്തിരി സന്തോഷം ആയിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ വർഷവും നമുക്ക് സന്തോഷം നിറഞ്ഞാകാനായിട്ട് എല്ലാ വർഷവും നല്ലത് തന്നെയാണ്. ഒരു ഇയറും ഒരു ദിവസവും മോശമല്ല, എല്ലാം നല്ലത് തന്നെയാണ്. പാസ്റ്റ് പോയ ഇയേഴ്സൊന്നും പറഞ്ഞ പോലെ നമ്മൾ നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ 2023 വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ഇൻ മൈ ലൈഫ്. ഹാപ്പിയസ്റ്റ് ഇയർ ആയിരുന്നു എനിക്ക് 2023. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നോ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അത്രയ്ക്കും എനിക്ക് സന്തോഷമായിരുന്നു. മനസ്സിൽ അത്രയും സന്തോഷം തോന്നിയൊരു വർഷമാണ്. എന്താ പറയുക, അപ്പം എല്ലാവർക്കും അതേപോലെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ. സന്തോഷം നിറഞ്ഞ ഒരു പുതിയ വർഷം. എല്ലാ വർഷങ്ങളും എല്ലാ ദിവസങ്ങളും നല്ലതാവട്ടെ. നല്ലത് വരുന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവർ പുറമേ നിന്ന് നോക്കുന്നതല്ല നമ്മുടെ സന്തോഷവും നമ്മുടെ സന്തോഷം അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. മറ്റൊരു പാർട്ടി പറയുന്നത് നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എത്രമാത്രമാണെന്ന് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾക്ക് എന്താണ് സന്തോഷം, എപ്പോഴാണ് സന്തോഷം, എവിടെയാണ് സന്തോഷം എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റാരും പുറത്തുനിന്ന് വിലയിരുത്തുന്നത് പോലെ അല്ല.
അപ്പോൾ എന്താ നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. പറഞ്ഞ പേര് അലനിൽ. അലനാണ് എനിക്ക് എൻ്റെ സർവീസ് ചെയ്തത്. അലനൊരു ഷെഫാകാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാം അല്ലേ? അപ്പം നമ്മുടെ പാസ്ത കുക്ക് ചെയ്ത ആളുടെ പേര് എബിൻ എന്നായിരുന്നു. കോട്ടയത്തുള്ള എബിൻ എന്ന് പറഞ്ഞ ഷെഫാണ്. നല്ലതായിരുന്നു കേട്ടോ, പാസ്ത നല്ലതെന്ന് പറയണം. പിന്നെ അലൻ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ലോലിപോപ്പ് ഉണ്ടല്ലോ. ലോലിപോപ്പ് ഉണ്ട്. ഇതൊരു സിമ്പിൾ മെനു. എനിക്കിപ്പോൾ ഒരു മെനു കൊണ്ട് തന്നു. ഇതൊരു സിമ്പിൾ മെനു ആണ്. ഇതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാതൊന്നും ഇല്ലായി അല്ലേ? സോ വിൽ ഡിസൈഡ് ലേറ്റർ. ഉദയ് പ്രോപ്പർട്ടീസ് ഭയങ്കര എലഗൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഏരിയ കണ്ടോ? പൂൾ സൈഡാണിത്. ഭയങ്കര ഏരിയയും ഗ്രീനറിയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര. പിന്നെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. ബാക്ക് വാട്ടേഴ്സ് അവിടെ ഉണ്ട്. ഇച്ചിരി എടുത്ത് തന്നു. എനിക്ക് പേടി അത് കൊത്തുവെന്നുള്ളത്. അത് പാവമായിട്ടാ തോന്നുന്നത്. വെള്ളം കുടിക്കുക. സോ ക്യൂട്ട് അല്ലേ? കം ഹിയർ, കം ഹിയർ. എനിക്ക് പേടിയാ ഇതിനെ. ഇത് കൊത്തുവോന്ന് എനിക്ക് പേടിയാ. ഒരു ഫോട്ടോ എടുത്തു തരാം. ആ ഫോണിൽ ഞാൻ നേടാം. നമുക്ക് ചെറിയ ചായ കോഫി ടീ ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, കുഞ്ഞാണ്. ബേബി ഞാൻ ട്വിന്നിങ് അല്ലേ ബേബി? ഈ കോഫി ഷോപ്പിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ ആരുമില്ല. കോഫി ടീ ബാർ. ഒരു തട്ടുകട പോലെ ഉണ്ട്. 4 o'clock ആകുമ്പോൾ കിട്ടും. ഇത് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തേക്കണം. പിന്നെ ബാക്ക് വാട്ടർ. ഇത് ഉദയ് ബാക്ക് വാട്ടർ റിസോർട്ടാണ്. ഹാപ്പി ന്യൂ ഇയർ 2024. അവിടെ എഴുതിയിട്ടുണ്ടോ? എന്ത് വ്യൂ അല്ലേ? ഇത് കാണാൻ ആളുകൾ വരുന്നത് ആലപ്പുഴയിലേക്ക്. നൈസ് വ്യൂ അല്ലേ? ബാഗ് ഞാൻ പിടിക്കണം. ബേബി എനിക്ക് ബേബി എടുക്കാം. വെയിറ്റ് ഇങ്ങനെ എടുത്ത്. ഇവിടെ ഇത്ര ലൈറ്റ് ഇല്ല. അതെയോ? അങ്ങോട്ടാണോ ലൈറ്റ്? ഇവിടെ ഒരു ലൈറ്റ്. വെയിറ്റ് ചെയ്യേ. ബാക്കിലേക്ക് പോകണ്ട. ബാക്ക് വാട്ടേഴ്സ് ആണ്.
It's good. It's good property. Yes. Look at that view. It's a shade. It's slightly different. This is peach and that is White. silver. Ah, Ash. cream. Ash. Ash. That is Grey. cream. Grey. This is Yeah. cream. I have some grey shades. Everyone has grey shades. You have a little bit extra. For me. It's good. So beautiful. This is the property. ഇങ്ങനെയാണ് ഈ പ്രോപ്പർട്ടികൾ അല്ലേ ബേബി? ലൈക്ക് ദിസ് വാ. കമ്മലിട്ട് ഒന്നുകൂടെ. പാട്ടൊക്കെ രണ്ടാമത് വരുമോ? ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വിളക്കയിലിട്ട് കാത്തു നിന്നതാരും തൂമൊഴും. ഇത് ഞാൻ ചുമ്മാ പാടുന്നതാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് പാടിയ ഇറ്റ് വിൽ ബി ഗുഡ്. ഞാൻ ഇതിടാൻ പോകുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പ്രോപ്പർട്ടി. നോക്ക്, ഇത് കണ്ടോ? നല്ല ഗ്രീനറി ആണല്ലേ? അത് പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ്. ആൻഡ് ദ ബാക്ക് വാട്ടേഴ്സ്. ബേബി ഉറങ്ങുവാണോ? പിന്നെ ഇപ്പൊ ഇരുന്നിട്ട് ഇവിടെയുള്ള ചിപ്സ് അങ്ങനത്തെ മിക്സ്ചർ അങ്ങനത്തെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇത് കൊള്ളാം കേട്ടോ. പക്ഷേ അപ്പം നമുക്ക് വേണമെങ്കിൽ പൂളിൽ കുളിച്ചിട്ട് വന്ന് കിടക്കാം. കുളിക്കുന്നതിന് മുന്നേ കിടക്കാം. എന്താ രസം. അതെ, നല്ല ക്ലൈമറ്റ്, നല്ല ലൈറ്റ്, നല്ല കാറ്റുണ്ട്. ആ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് പെട്ടെന്നൊരു ലൈറ്റ് വന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. ഇത് ഉറങ്ങിപ്പോകുന്ന ബേബി? ഫീൽ സ്ലീപ്പി? നല്ല രസമുണ്ട്. ഇത് പേടിയാ. കൊത്തും കേട്ടോ. ഞാൻ പറക്കുന്ന വണ്ടിയില്ലേ, നമ്മളതിനെ ഹേർട്ട് ചെയ്യാതിരുന്നാൽ മതി. അതൊന്നും ചെയ്യും. മൾബറി. മൾബറി ട്രീ, അങ്ങനെയല്ലേ പാട്ട്? ഇത് മൾബറിയാണ്. Mulberry bush. You need mulberry? Okay. Restaurant in the full view. ആമ്പൽ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ്. ആമ്പൽ. നല്ല രസമായിട്ട്.
എക്സെപ്ഷണൽ. എക്സെപ്ഷണൽ. ആമ്പലൊരു എക്സെപ്ഷണലാണ്. ബുദ്ധയുടെ ഒരു അത് നല്ല രസമുണ്ടല്ലോ ബുദ്ധയുടെ ഒരു അത് ഫുൾ ടൈം പ്രോപ്പർട്ടിയുടെ വേറെ സൈഡ് വേണം. മുയലുണ്ടെന്നല്ലേ ചേട്ടൻ പറയുന്നത്? മുയലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നോക്കാം എത്ര എണ്ണം ഉണ്ട്. കുറേ ഉണ്ടോ? അതെയോ? റാബിറ്റ് തന്നെ ഇവർ വളർത്തുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു റാബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് കാണാൻ വിചാരിച്ചു. സ്മെല്ലിന് എനിക്ക് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. കുറേ ഉണ്ട്. ഇത്രയും ഞാൻ വിചാരിച്ചു. 2-3 വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലിവിങ് ഇൻ വാട്ടർ പ്ലാന്റ്. അല്ല ഇത് ഇങ്ങനെ വളർത്തുന്നതല്ലല്ലോ ഇത് അല്ലേ? ഇത് വാരി കളയാൻ വേണ്ടിയിട്ടുള്ളത് അവരോട് വളർത്തും. ഓണച്ചെടി പിന്നെ ഉദയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഇത് ബാംബൂ ട്രീസ്.